എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് എല്ലാവിധ നന്മകളും അനുഗ്രഹവും നൽകി സഹായിക്കുമാറാകട്ടെ. ഒരു വേദഭാഗം കൂടി നമുക്ക് വായിക്കാം. മൊത്തം 19-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമായി ഈ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാവീദിനെ സംബന്ധിച്ച് ദൈവത്തെയും ദൈവത്തിൻ്റെ മഹത്വത്തെയും താൻ തൻ്റെ കഴിവിലേറെ വിവരിച്ച് കാണിച്ചിരിക്കുന്നതായ വേദഭാഗങ്ങളാണ് നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ മഹത്വത്തെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? പലപ്പോഴും മനുഷ്യരുടെ ബുദ്ധിക്ക് അത് അസാധ്യമായി തീരാറുണ്ട്. എന്നാൽ ദൈവം ലോകസൃഷ്ടി മുതൽ തൻ്റെ ഭക്തന്മാർക്ക് ഭാഗം ഭാഗമായി എല്ലാം വെളിപ്പെടുത്തി കൊടുത്തിട്ടുമുണ്ട്. ഇന്ന് രാത്രിയിൽ അതിൽ ചില ഭാഗങ്ങൾ ഈ സങ്കീർത്തന ഭാഗത്ത് നിന്ന് വായിച്ച് കർത്താവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാനും അവനെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് ഇടയായി തീരട്ടെ. അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. നമുക്കെല്ലാവർക്കും അതിശയം തോന്നാറുള്ള ഒന്നാണ് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നതായ കാഴ്ച. ഒരു മനുഷ്യർക്കും ചെയ്യുവാൻ കഴിയാത്ത, ഈ ലോകത്തിലെ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്കും ചെയ്യുവാൻ കഴിയാത്ത വലിയ വലിയ അത്ഭുതങ്ങളെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ആകാശത്തുള്ളതായ എല്ലാ കാര്യങ്ങളൊന്നും ഇന്ന് വരെ ആർക്കും ഗണിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പല ശാസ്ത്രജ്ഞന്മാരും പല കണ്ടുപിടുത്തങ്ങളും ആകാശത്ത് ഉള്ള പലതിനെക്കുറിച്ചും കണ്ടുപിടിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. അതിനപ്പുറത്തും അനേക അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നിട്ടും ഇത്രയേറെ ദൈവം തൻ്റെ മഹത്വത്തെ ഈ ആകാശത്തിൽ കൂടിയും ആകാശവിധാനത്തിൽ കൂടിയും മഹത്വപ്പെടുത്തിയിട്ടും വെളിപ്പെടുത്തിയിട്ടും ദൈവമില്ല എന്ന് ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ് പലരും. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. കോടാനുകോടി നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, ഗോളങ്ങൾ, ഉപഗ്രഹങ്ങൾ, അങ്ങനെ നീളുന്ന വലിയ ഒരു നിര തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ആകയാൽ ഇന്ന് രാത്രിയിൽ നാം തിരിച്ചറിയുക, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചവനായ ഒരുവനുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തിയെ ഇന്ന് രാത്രിയിൽ നാം മഹത്വപ്പെടുത്തുവാനിടയായി തീരുമ്പോൾ നമ്മുടെ ഉള്ളം നിറയുവാനിടയായി തീരും. ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലുള്ളതും സൃഷ്ടിച്ചതായ ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കുന്ന പലരെയും നമുക്ക് ഈ ലോകത്ത് കാണുവാൻ കഴിയും. നമ്മൾ പ്രാരംഭത്തിൽ പാടിയതായ ഒരു പാട്ടിൽ ഇപ്രകാരം പറയുന്നു: സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. ഈ ലോകവും ഇതിലുള്ളതെല്ലാം സൃഷ്ടിച്ചവനായ ദൈവത്തെ കാണുവാൻ ആഗ്രഹമില്ലാത്ത ഒരു വ്യക്തി പോലും ഈ ലോകത്തില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. ഇന്ന് രാത്രിയിലൂടെ പറയുകയാണ്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. മറ്റാരുടെയും കരങ്ങളല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമാക്കുന്ന വാക്കുകൾ, താഴ്പുള്ളതായ വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. അതിനെ ഉറപ്പിക്കുന്ന വാക്കുകളാണ്. പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിലെല്ലായിടവും അതിൻ്റെ അളവ് നൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു. അപ്പോൾ വാക്കും ഭാഷണവും ഇല്ലാതെ നമ്മളോട് വിളിച്ചറിയിക്കുന്ന ഒന്നാണ് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ, ആകാശവിധാനം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നതായ കാര്യം. അവിടെ ഉള്ളതായ സൂര്യനെ കുറിച്ച് ഇവിടെ പറയുന്നു.
അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളൻ തുല്യം വീരനെ പോലെ തൻ്റെ ഓട്ടമോടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിൻ്റെ അറ്റത്ത് നിന്ന് അതിൻ്റെ ഉദയവും ആറുതി വരെ അതിൻ്റെ അയനവുമാകുന്നു. അതിൻ്റെ ഉഷ്ണം ഏൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. ഇപ്പൊ സൂര്യനെ കുറിച്ച് ഇവിടെ പറയുകയാണ്, മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം വീരനെ പോലെ തൻ്റെ ഓട്ടം താൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ആകാശത്തിൻ്റെ അറ്റത്തു നിന്ന് അതിൻ്റെ ഉദയവും ആറുതി വരെ അതിൻ്റെ അയനവുമാകുന്നു. അതിൻ്റെ ഉഷ്ണം ഏൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. സൂര്യൻ്റെ പ്രകാശത്തിൽ നിന്ന് മറഞ്ഞിരിക്കുവാൻ നാം തയ്യാറായാൽ ഇവിടെ ജീവിച്ചിരിക്കുവാൻ കഴിയില്ല. സൂര്യപ്രകാശം മനുഷ്യ ശരീരത്തിൽ വളരെ ഊർജം നൽകുന്നു. ഇവിടെയുള്ള പക്ഷിമൃഗാദികൾക്കും സസ്യലതാദികൾക്കും അത് വളരെ പ്രയോജനം ചെയ്യുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഉഷ്ണമേൽക്കാതെ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. ഇപ്പോൾ സൂര്യനെ ഒന്ന് നോക്കുക, ആകാശത്തെയും ആകാശവിധാനത്തെയും ഒന്ന് നോക്കുക. ദൈവത്തിൻ്റെ മഹത്വത്തെയും ദൈവത്തിൻ്റെ കൈവേലയെയും അത് പ്രസിദ്ധമാക്കിയിട്ടും ഇന്നും നമുക്ക് സൂര്യനും ചന്ദ്രനും ഗോളങ്ങളുമെല്ലാം നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും നാം ഒരേ സ്വരത്തിൽ പറയുകയാണ്, ദൈവമില്ല, ഇതെല്ലാം വലിയ ഏതോ ബിഗ് ബാങ്ങിൽ കൂടി ഉണ്ടായിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? വേദപുസ്തകം വളരെ വ്യക്തമായി പറയുകയാണ്, അത് വളരെ അത്ഭുതം നിറഞ്ഞതാണ്. ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ കൈവേലയുമെല്ലാം ഇന്ന് രാത്രിയിൽ നമുക്ക് വെളിപ്പെടാതെ പോകുന്നെങ്കിൽ, മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമാണ്. ദൈവത്തെ അറിയാതെ പോകുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. ദൈവത്തെ ആരാധിക്കാതെ പോകുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. ആമേൻ. റോമാലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, മനുഷ്യൻ സത്യദൈവത്തെ അറിഞ്ഞിട്ടും അവനെ നന്ദിയോടെ സ്തുതിക്കുകയോ മഹത്വപ്പെടുത്തുകയോ ചെയ്യാതെ അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, മൃഗം, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ദൈവത്തിൻ്റെ ശക്തിയെ അവർ ത്യജിച്ചു. ഈ ദിവസങ്ങളിൽ നമ്മൾ തിരിച്ചറിയുക, ഇത്ര വളരെ വ്യക്തമായി ദൈവം ആരും പറയാതെ തന്നെ, വാക്കുകളില്ല, ഭാഷണമില്ല, ആരും പറയാതെ തന്നെ നമ്മുടെ കൺമുന്നിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വത്തെയും കൈവേലയെയും ആകാശവും ആകാശവിധാനവും അതിൽ ഉള്ളതായ സൂര്യനും ചന്ദ്രനും മറ്റു ഗോളങ്ങളെല്ലാം വിളിച്ചറിയിക്കുമ്പോഴും നമ്മൾ പറയുകയാണ്, ദൈവമില്ല എന്ന് പറഞ്ഞാൽ ആമേൻ, സ്തോത്രം. ഇതുപോലെ പാപം മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് റോമാലേഖനം പറയുന്നത്, ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, മൃഗം, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യത്തിലാക്കി തരം താഴ്ത്തി കളഞ്ഞു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നാം തിരിച്ചറിയുക, സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വത്തെ അറിഞ്ഞ് അവന് നന്ദിയോടെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുവാൻ നാം തയ്യാറാകുമ്പോഴാണ് ജീവിതം അനുഗ്രഹമായി തരുന്നത്. ഈ ലോകത്ത് ഒന്നിനെക്കുറിച്ചും നമുക്കറിവില്ലെങ്കിലും ഒരു വിഷയമല്ല, ദൈവത്തെ നാം അറിയാതെ പോകരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങളെ നമ്മൾ മറന്നു കളയരുത്. അപ്പോൾ ദൈവമാണ് നമ്മൾക്ക് ഈ ഭൂമിയിൽ ജനിക്കുവാൻ അവസരം നൽകിയതെങ്കിൽ നാം പറയുകയാണ്, ദൈവമില്ല എന്ന് പറഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പാപം. രാത്രിയിൽ നാം തിരിച്ചറിയുക, നമ്മളെ സൃഷ്ടിച്ച സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ, നിത്യനായ ദൈവത്തെ നാം തിരിച്ചറിയാതെ പോകരുത്. ഇന്ന് നമ്മുടെ കൺമുന്നിൽ ആകാശവും ആകാശവിധാനവും അതിലുള്ളതായ സൂര്യനും നമ്മളെ ദൈവത്തിൻ്റെ മഹത്വത്തെ വിളിച്ചറിയിക്കുമ്പോൾ അതിൽ കൂടി നമ്മൾ നമ്മുടെ ദൈവത്തെ തിരിച്ചറിഞ്ഞ് അവനെ നന്ദിയോടെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാൻ നമ്മളെ ദൈവം സഹായിക്കുമാറാകും. മറ്റൊരുപാട് വാക്യങ്ങൾ നമുക്ക് ഈ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും.
ദാവീദ് എഴുതിയതായ ഈ ഭാഗത്തു നിന്നും ആ ദൈവിക മഹത്വത്തെ നമുക്ക് തിരിച്ചറിയുവാൻ അത് മതി. ആകയാൽ ആ ദൈവമഹത്വത്തെ തിരിച്ചറിഞ്ഞവനെ നന്ദിയോടെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും നമുക്ക് കഴിയട്ടെ. കണ്ണുകളടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കേട്ട വചനങ്ങളും പാടിയ പാട്ടുകളും അവിടുത്തെ തിരുനാമത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരണം. അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഞങ്ങൾ പാട്ടുകളിൽ കൂടിയും ദൈവവചനത്തിൽ കൂടിയും ധ്യാനിക്കുമ്പോൾ ആകാശവും ആകാശവിധാനവും അതിലുള്ളതായ സൂര്യനും ചന്ദ്രനും ഗോളങ്ങളും എല്ലാം അവിടുത്തെ മഹത്വത്തെ വിളിച്ചറിയിക്കുമ്പോൾ അവരോട് ചേർന്ന് ഞങ്ങൾക്കും ഇന്ന് രാത്രിയിൽ അവിടുത്തെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ തന്ന അവസരത്തിന് നന്ദി പറയുന്നു. അവിടുത്തെ നന്ദിയോട് സ്തുതിക്കുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ഇനിയും സഹായിക്കണം. യഥാർത്ഥത്തിൽ കർത്താവിനെ അറിഞ്ഞ് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകും. ദൈവകരങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ ധന്യമറിയ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. കർത്താവിനെ വെച്ചാൽ നമുക്ക് വീണ്ടും കാണാം. പ്രത്യാശയോടെ നിർത്തുന്നു. താങ്ക് യു.